Hello everyone, welcome to Expert Gear Corporate Training and Consulting. നമ്മളിന്ന് സംസാരിക്കുന്നത് പിവറ്റ് ടേബിളിനെ കുറിച്ച്. എന്താണ് പിവറ്റ് ടേബിൾ? നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഒരു കസ്റ്റമൈസ്ഡ് ടേബിൾ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പിവറ്റ് ടേബിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസേർട്ട് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് സെലക്ട് ടേബിൾ ഓർ റേഞ്ച്. നമുക്ക് ഏത് ടേബിൾ അല്ലെങ്കിൽ ഏത് കണ്ടന്റാണ് ഒരു ടേബിൾ കസ്റ്റമൈസ്ഡ് ടേബിളാക്കി മാറ്റേണ്ടത്. ഞാൻ ഈ ഒരു ടേബിൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്തത് ചോദിക്കുന്നത് എവിടെയാണ് ചൂസ് വേർ യു വാണ്ട് ദ പിവറ്റ് ടേബിൾ ടു ബി പ്ലേസ്. പുതിയൊരു എക്സലിലേക്ക് വേണോ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു എക്സലിലേക്കാണോ വേണ്ടത്. ഞാനിവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു കൊടുത്തു. ആദ്യം ടേബിൾ സെലക്ട് ചെയ്യണം. ആ ടേബിൾ ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് എവിടെയാണ് നമ്മളുടെ പിവറ്റ് ടേബിൾ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിവറ്റ് ടേബിളിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കസ്റ്റമൈസ്ഡ് ടേബിളാണ്. അപ്പം ഈ ഒരു ടേബിളിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ടീമിൻ്റെയും അവരെത്ര ഗെയിംസ് പ്ലേ ചെയ്തു, അവർക്ക് എത്ര പോയിന്റ്സ് ഏൺ ചെയ്തു, ഇത് മാത്രം മതി എനിക്ക്. അപ്പം അതിനുവേണ്ടി ഞാൻ ചെയ്യുക, ഇവിടെ ടീം എന്ന് പറയുന്ന ഈ കോളം സെലക്ട് ചെയ്ത് കൊടുക്കും, ഗെയിംസ് പ്ലേഡ് സെലക്ട് ചെയ്ത് കൊടുക്കും, അതേപോലെ പോയിന്റ്സ് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ടേബിളിൽ നിന്ന് എനിക്ക് വേണ്ട ഇൻഫർമേഷൻ മാത്രമുള്ള ഒരു ടേബിളാക്കി മാറ്റാൻ പറ്റും. അപ്പം ഇതിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഉണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഈ ഒരു പിവറ്റ് ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്കൊരു ടേബിൾ ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾക്കൊരു ടേബിൾ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പിവറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്.